പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുകയും മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ നിങ്ങളെ ന്യായാധിപസിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിനെ ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമം മൂലം നിങ്ങൾ സർവരാൽ ദുഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഒരു പട്ടണത്തിലുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോവുകയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ ആഗമനത്തിനു മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെയെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനെ പോലെയുമായാൽ മതി. ഗൃഹനാഥൻ അവർ ബെൽസെബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്ത് തന്നെ വിളിക്കുകയില്ല. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, നോമ്പിന്റെ 10-ാം ദിവസം പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്ന വചനം പ്രകാരമാണ്. ഭയം കൂടാതെ കർത്താവിന് സാക്ഷ്യം നൽകാൻ ഇന്നത്തെ സുവിശേഷഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാക്ഷ്യം നൽകുന്നതിൽ നിന്നും നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഭാഗം മനുഷ്യരെ പ്രതിയുള്ള നമ്മുടെ ഭയമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: മനുഷ്യരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യപൂർവം ദൈവത്തിന് സാക്ഷ്യം നൽകുക. എന്താണ് പറയേണ്ടതെന്നും പ്രവർത്തിക്കേണ്ടതെന്നും പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാണ് അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അതിനായി നാം ദൈവത്തെ ധൈര്യപൂർവം സാക്ഷിക്കണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ അനേകം അവസരങ്ങൾ ലഭിക്കും. നമ്മുടെ ജോലി സ്ഥലങ്ങളിലും കണ്ടുമുട്ടുന്ന ആളുകളുടെ അടുത്ത് കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് ഈശോയ്ക്ക് സാക്ഷികളാകാൻ അനേകം അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് എത്രമാത്രം പ്രയോജനകരമായി നാം നിറവേറ്റുന്നു എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. ഇത്തരത്തിൽ സാക്ഷ്യം നൽകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അവഗണനകളും പ്രശ്നങ്ങളുമൊക്കെ നേരിട്ട് എന്ന് വരാം. എന്നിരുന്നാലും ധൈര്യപൂർവം ദൈവത്തിന് സാക്ഷ്യം നൽകുക. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. ഈശോ ഒത്തിരി പീഡകൾ സഹിച്ചാണ് നമ്മെ സൃഷ്ടിച്ചത്. ആ ഈശോയെ പിൻചെല്ലുന്ന നമുക്ക് ഈശോയെ പോലെ സഹിക്കേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ വിശ്വസ്തരായി സാക്ഷികളായിരിക്കാം. നമ്മുടെ കൺമുൻപിൽ തന്നെ ദൈവത്തിന് സാക്ഷ്യം നൽകിയ റാണി മരിയെ പോലുള്ള ധീരയായ ആളുകളുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. പ്രിയ സഹോദരങ്ങളെ,
ഈ നോമ്പിന്റെ 10-ാം ദിവസം ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ആയിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.